മുഴുവൻ ചോദിച്ച ഒരു ചോദ്യം. നിയമസഭയിൽ വീണയുടെ അച്ഛൻ നേരിട്ട ചോദ്യം. മുഹമ്മദ് റിയാസ് തലയിൽ മുണ്ടിട്ട് ഉത്തരം പറയാതെ പോയ ചോദ്യം. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരം വീണയുടെ ആ ഫോണിൽ ഇപ്പോഴത്തെ തൊണ്ടി മുതലിൽ ഉണ്ട്. എല്ലാ കണ്ണുകളും ആ മൊബൈൽ ഫോണിലേക്കാണ്. കള്ളപ്പണം വെളുപ്പിച്ചത് മുതൽ ആ പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു എന്നതടക്കമുള്ള ഉത്തരങ്ങൾ. കരിമണൽ കർത്താവിടെ ഇടപാടുകൾ സുതാര്യമായിരുന്നില്ല എങ്കിൽ അതെന്തൊക്കെ? എല്ലാ ഉത്തരങ്ങളും കിട്ടാൻ ഫോണിന്റെ രാസപരിശോധനയുടെ ഫലം വരണം. റെയ്ഡിനിടെ പിടിച്ചെടുത്ത പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ ഫോൺ പരിശോധനയിൽ നിർണായക തെളിവുകൾ ലഭിക്കും എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ആ ഫോൺ 2019 മുതലുള്ള ഈ ഇടപാട് നടന്ന കാലത്ത് വീണ ഉപയോഗിച്ചിരുന്ന ഫോണാണ്. ഒരുപക്ഷെ അതിന്റെ ശാസ്ത്രീയ പരിശോധന നടത്തുമ്പോൾ പലതും പുറത്തുവരും. വീണയുടെ മൊബൈൽ ഫോൺ അടക്കമുള്ള ഡിജിറ്റൽ തെളിവുകൾ ഉടൻ തന്നെ PMLA കോടതിയിൽ ഹാജരാക്കും. ഇവ വേഗത്തിൽ തന്നെ ശാസ്ത്രീയ പരിശോധന നടത്താനാണ് ഇഡിയുടെ നീക്കം. വേഗത്തിൽ തന്നെ റിസൾട്ട് ലഭ്യമാക്കാനാണ് ഇഡി ശ്രമിക്കുന്നത്. ഡിലീറ്റ് ചെയ്ത രേഖകൾ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കണ്ടെടുക്കാം എന്നും അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നു. വീണയുടെ 3 ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചിട്ടുണ്ട്. കണ്ടെടുത്ത രേഖകളും ഡിജിറ്റൽ തെളിവുകളും എല്ലാം PMLA കോടതിയിൽ സമർപ്പിക്കും. പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്ക് വീണ ടിയെ ഇഡി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും എന്നാണ് സൂചന. ഇതിനു മുന്നോടിയായി CMR ഉദ്യോഗസ്ഥർക്ക് സമൻസ് അയച്ച് മൊഴിയെടുക്കും.